ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിയാനി കിച്ചൻ. മാംഗോയുടെ സീസൺ ആയിക്കഴിഞ്ഞാൽ മാങ്ങ കൊണ്ട് എന്തൊക്കെ വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നതെന്നുള്ള കൺഫ്യൂഷനല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് മാങ്ങ കൊണ്ടൊരു അടിപൊളി ഡെസേർട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ഒന്ന് തോലൊക്കെ ചെത്തി കട്ട് ചെയ്ത് കൊണ്ടുവരാം. രണ്ട് മാങ്ങ കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നല്ലതുപോലെ അരച്ചു കൊണ്ടുവരാം. മാങ്ങ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ നിന്നൊരു 2 സ്പൂണ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ അരച്ചു കൊണ്ടുവരാം. 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഉണ്ട്, അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്കിത് ഒന്നും കൂടെ അരച്ചു കൊണ്ടുവരാം. ഫ്രഷ് ക്രീമും കൂടെ ചേർത്തിട്ട് മാങ്ങ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. മാങ്ങയും ഫ്രഷ് ക്രീമും കൂടെ അരച്ചത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് മാങ്ങ അരയ്ക്കാതെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡെസേർട്ട് ബൗളിലേക്ക് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് മാങ്ങയും ഫ്രഷ് ക്രീമും കൂടെ അരച്ചത് ബൗളിലേക്ക് കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ബിസ്ക്കറ്റ് പാലിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഏത് ബിസ്ക്കറ്റ് ആയാലും കുഴപ്പമില്ല, നമുക്ക് അവൈലബിൾ ഏതാണെന്ന് വെച്ചാൽ അത് വെച്ച് കൊടുക്കാം. പാലിൽ ഡിപ്പ് ചെയ്തെടുത്തു, ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് മാംഗോ കഷ്ണങ്ങൾ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി വീണ്ടും നമുക്ക് മാങ്ങയും ഫ്രഷ് ക്രീമും കൂടെ അരച്ചത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിന് മുകളിലേക്ക് നമ്മൾ ആദ്യം മാങ്ങ അരച്ചതിൽ നിന്ന് ഫ്രഷ് ക്രീം ചേർക്കുന്നതിന് മുമ്പ് കുറച്ച് മാറ്റി വെച്ചിരുന്നില്ലേ, അത് നമുക്കിതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അവിടെ ഇവിടെയായിട്ട് കുറേശ്ശെ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്കൊക്കെ. നമ്മളതിൻ്റെ മുകളിലേക്ക് വെച്ച മാംഗോ പൾപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലൊരു ഡിസൈൻ കിട്ടും. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. കുറച്ച് ക്രഷ് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ്. അപ്പം നമ്മുടെ ഡെസേർട്ട് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ബൗളിലും ഇതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കാം. ഫസ്റ്റ് ലെയർ, ഇനി നമ്മുടെ ബിസ്ക്കറ്റ് പാലിൽ ഡിപ്പ് ചെയ്തിട്ട് വെക്കാം. ഇനി മാംഗോ പീസസ്. ഇനി നമ്മുടെ അടുത്ത ലെയർ. ഇനി നമ്മുടെ മാംഗോ പൾപ്പ് ലാസ്റ്റ്.
ഇനി നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാംഗോ ഡെസേർട്ടാണ്. ഇനി ഫൈനലി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ഡെസേർട്ട് തയ്യാറായി കഴിഞ്ഞ് ഇതാ നോക്ക്, എത്ര സിമ്പിളല്ലേ, നല്ല ടേസ്റ്റിയാണ്. മാങ്ങയുടെ സീസണൊക്കെ കഴിയുന്നതിന് മുമ്പ് ഇതുപോലെ മാങ്ങ കൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഡിഷസൊക്കെ ഉണ്ടാക്കി കഴിക്കാമല്ലോ നമുക്ക്. ഇത് സിമ്പിളല്ലേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു സിമ്പിൾ റെസിപ്പിയുമായി നമുക്ക് മിയാനി കിച്ചണിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നൊരു ഡെസേർട്ടല്ലേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. മാങ്ങ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരാ ഉള്ളതല്ലേ. അപ്പോൾ ഈ സിമ്പിൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തയ്യാറാക്കി നോക്കുക കേട്ടോ.